പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും നോക്കി പരസ്യമായി കൊഞ്ഞനം കുത്തുകയാണ് ഒരു ഗുണ്ടാ നേതാവ്. ഒളിവിലിരുന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്നു. വാട്സാപ്പിൽ ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നു. പോരാത്തതിന് സംസ്ഥാന ആഭ്യന്തര മന്ത്രിയെ തന്നെ സിനിമാ സ്റ്റൈലിൽ പരിഹസിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതിയായ അർജുൻ ആയങ്കിയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കി ഒളിവിലിരുന്ന് അഴിഞ്ഞാടുന്നത്. വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ അർജുൻ ആയങ്കി എറിഞ്ഞുകൊടുത്ത പരസ്യ വെല്ലുവിളിയാണത്. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കേസിൽ പുനരന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ എന്നാണ് ആയങ്കിയുടെ ചോദ്യം. അങ്ങനെ ചെയ്താൽ മന്ത്രിയെ നേരിട്ട് വന്ന് പൊന്നാടി അണിയിച്ച് ഉമ്മ തരാമെന്ന് പരിഹസിക്കാനും ഈ ക്രിമിനൽ കേസ് പ്രതി മടിച്ചിട്ടില്ല. കോതമംഗലം ഊന്നുകൽ SHOമാരെ വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. എന്നിട്ടും പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ആയങ്കി കേസ് അന്വേഷിച്ച CI പ്രശാന്തിനെ പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും പരസ്യമായി ഭീഷണിപ്പെടുത്തി. സംഭവം വൻ വിവാദമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. പോലീസിനെ വെല്ലുവിളിച്ചവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. സംസ്ഥാനത്ത് ഗുണ്ടകളെയും കുറ്റവാളികളെയും അടിച്ചമർത്താൻ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ മന്ത്രിക്ക് മറുപടിയുമായി ആയങ്കി വീണ്ടും സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി എത്തി. പെൻഷൻ വാങ്ങി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് കൊന്നുകളയുമെന്ന അർത്ഥത്തിലല്ലെന്നും അർഹതയില്ലാത്ത ഉദ്യോഗസ്ഥന്റെ ജോലി കളയിപ്പിക്കുമെന്നാണ് ഉദ്ദേശിച്ചതെന്നുമാണ് പുതിയ ന്യായീകരണം. ആകെ മുങ്ങിയാൽ കുളിരില്ല, പടച്ചോനെ മാത്രമാണ് പേടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പോലീസിനെ കളിയാക്കുകയാണ് ഇയാൾ. കഴിഞ്ഞ മെയ്യിൽ കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ വെച്ച് വലിയ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ആയങ്കിയും 9 കൂട്ടാളികളും പിടിയിലാകുന്നത്. അതിന്റെ പകപോക്കലാണ് ഇപ്പോൾ പോലീസുകാർക്ക് നേരെ നടക്കുന്നത്. ഹൈക്കോടതി പോലും ജാമ്യം നിഷേധിച്ച് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഉത്തരവിട്ടിട്ടും കണ്ണൂരും എറണാകുളത്തും പ്രത്യേക സംഘങ്ങൾ വല വീശിയിട്ടും ആയങ്കിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കേസുകളിൽ കുടുങ്ങി ഒളിവ് ജീവിതം തുടരുമ്പോൾ ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലെന്ന മാനസികാവസ്ഥയിലാണ് താനെന്ന് അർജുൻ ആയങ്കി വ്യക്തമാക്കുന്നുണ്ട്. എന്നോട് അന്യായം ചെയ്തയാളോട് മാത്രമേ എനിക്ക് പകയും വൈരാഗ്യവുമുള്ളൂ. കീഴടങ്ങാൻ തുനിഞ്ഞവന്റെ മൂർധാവിൽ തുപ്പുന്ന പണിയെടുത്തതിന്റെ പ്രതികരണമാണ് ഇന്ന് കണ്ടത്. പടച്ചോനെ മാത്രമേ പേടിയുള്ളൂ, മനുഷ്യന്മാരെയില്ല എന്ന വീരവാദവും ആയങ്കി മുഴക്കുന്നുണ്ട്. ഊന്നുകൽ സ്റ്റേഷൻ SHOയ്ക്കെതിരെ വാട്സപ്പിലൂടെ അയച്ച ഭീഷണി സന്ദേശങ്ങളും ചാറ്റുകളും ആയങ്കി തന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ പരസ്യപ്പെടുത്തിയിരുന്നു. കൊടുക്കാനുള്ളത് സമയത്ത് തന്നെ കൊടുക്കുമെന്നും താൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ടെന്നും ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ സന്ദേശങ്ങൾ. പോലീസിനെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് ഒളിവിലിരുന്നു കൊണ്ട് ആയങ്കിയുടെ ഈ അഴിഞ്ഞാട്ടം. അതിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളി. മുൻകൂർ ജാമ്യം തള്ളിയതോടെ ആയങ്കിക്ക് മുൻപിൽ നിയമപരമായ വഴികളൊന്നും ഇനി ബാക്കിയില്ല. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഇതോടെ പോലീസിന് ആയങ്കിയെ അറസ്റ്റ് ചെയ്യാനുള്ള വഴി പൂർണ്ണമായും തുറന്നു. തുടർച്ചയായി നിയമവ്യവസ്ഥയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഭരണാധികാരികളെയും വെല്ലുവിളിക്കുന്ന അർജുൻ ആയങ്കിക്കായി പോലീസ് വല മുറുക്കിക്കഴിഞ്ഞു. കണ്ണൂർ, എറണാകുളം മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകുന്നവരെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. വീരവാദം മുഴക്കി ഒളിവിൽ കഴിയുന്ന ആയങ്കിയുടെ കൈകളിൽ ഉടൻ തന്നെ വിലങ്ങ് വീഴ്ത്തുക എന്നത് പോലീസിന്റെയും ആവശ്യമായി മാറി. നിയമത്തെ വെല്ലുവിളിച്ച് ഇയാൾ വീരവാദം മുഴക്കുമ്പോൾ അത് നോക്കി നിൽക്കേണ്ടി വരുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഇതൊരു വൻ നാണക്കേടായി മാറിയിരിക്കുകയാണ്.